ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ പുറത്ത് ആക്കാനായിട്ട് ശിവന്റെ വാക്കും കേട്ട് ഭാര്യയും മകനും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവിടെ വന്ന് അലീനയോട് ഭയങ്കര ഇതായിട്ട് ക്രൂരത തന്നെ ഇവർ കാണിക്കും കേട്ടോ. ഒരു പെൺകുട്ടിയാണെന്ന മര്യാദ പോലും ആ കമലയെന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ അലീനയ്ക്ക് കൊടുത്തില്ല. അങ്ങനെ അലീനയുടെ ബാഗെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് അതുപോലെ എല്ലാം വാരി കെട്ടി ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഹരി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതിൽ നിൽക്കുവാണ്. ഇതിനെല്ലാം വളം വെച്ചുകൊണ്ട് തൊട്ടരികിൽ അവരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കൃഷ്ണയും അതുപോലെ തന്നെ രോഹിയും കൂടി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാം മാക്സിമം കരുതി കൂട്ടി എല്ലാത്തിനും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയായി കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ ബാഗിലുള്ള തുണിയെല്ലാം കൂടെ വലിച്ചടിച്ചിട്ട് ചാക്കിൽ വാരി കെട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹരി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അല്ലടാ ചാക്കിൽ വാരി കെട്ടേണ്ടത്, നിന്നെ ഞാൻ ചാക്കിൽ വാരി കെട്ടും എന്നൊക്കെ പറഞ്ഞ് അലീനെ. അപ്പോഴേക്കും ഇവനാണെങ്കിൽ അലീനെ അടിക്കാനൊക്കെ ആയിട്ട് ഓങ്ങുന്നു. അലീന നേരം കുപ്പി പൊട്ടിച്ചവൻ്റെ നെഞ്ചത്ത് കുത്തി ഇറക്കാൻ പാകത്തിന് നിൽക്കുന്നു. അലീനയുടെ ആ തൻ്റെടം കണ്ട് പേടിച്ചു വിറച്ച് ബബിതയും അതുപോലെ തന്നെ ആ കമലയെന്ന് പറയുന്ന സ്ത്രീയും അവിടെ നിൽക്കുവാണ്. അലീനയ്ക്ക് ഒരു ഇതുപോലും ഇല്ല. എന്നിട്ട് വലിച്ചഴിച്ച് അലീനയെ പുറത്താക്കി ബാഗും വലിച്ചെറിഞ്ഞിട്ട് എല്ലാ എണ്ണങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അലീനയെ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഇവർ ഭയങ്കര പ്രൗഡായിട്ടൊരു സംഭവമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹരിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഇത് എന്താണ് ഇപ്പം തന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷം. ഇതെല്ലാം കണ്ട് ബബിതയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവരോടുള്ള കാര്യം മര്യാദ ഭാഷയിൽ പറഞ്ഞെങ്കിലും നീ തീർന്നടി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ രോഹിമോൻ അവിടെ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീനയെ ഇവർ വലിച്ചഴിച്ച് പുറത്താക്കി. അതിനെങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ആരോട്. അപ്പോൾ ഇതിൻ്റെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അലീനയ്ക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അലീനയ്ക്ക് അറിയില്ല. അലീന നിസ്സഹായമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് അലീന എന്നിട്ട് തൻ്റെ ബാഗൊക്കെ എടുത്തു. എന്നിട്ട് കുറേ നേരം വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണയും അതുപോലെ തന്നെ രോഹിത്തും കൂടി നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അച്ഛനെ കണ്ടു. അച്ഛനുമായിട്ടും സംസാരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അമ്മയുടെ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ അച്ഛനാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുവാണ്. കാരണം ഇതുവരെ ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ എന്താണ് വൈജയുടെ അവസ്ഥയെന്ന് കൃത്യമായി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ എല്ലാവരും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാലൻ അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള കാര്യമാണ്. ബാലൻ ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് ഇവർ ചെല്ലുന്നത്. അവർ ചെന്ന് അമ്മയുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്നും ഡോക്ടർ ഇതുവരെ ഒന്നും കൃത്യമായി പറഞ്ഞിട്ടില്ലെന്നും അമ്മയ്ക്ക് തലയ്ക്കാണ് ക്ഷതം പറ്റിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം. കൃഷ്ണയ്ക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ സങ്കടം കണ്ടപ്പോൾ കൃഷ്ണയ്ക്കും ഭയങ്കര സങ്കടമായിട്ടോ. തൻ്റെ അച്ഛൻ ഇത്രത്തോളം നീറുന്നത് ഇതിനു മുൻപ് അലീനയെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമാണ്. അത് ഇപ്പോഴാണ് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അച്ഛനും അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം കൃഷ്ണയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അമ്മയോടുള്ള സ്നേഹമെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ നിന്ന് കാണിക്കുന്നതെന്നും കൃഷ്ണയ്ക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ കൃഷ്ണ നേരെ വൈജയെ കാണാനായിട്ട് റൂമിലേക്ക് കയറി പോവുക. അപ്പോൾ റൂമിലേക്ക് കയറി ചെന്ന് ഡോറ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരനക്കവും ഇല്ലാതെ മുഖമൊക്കെ കരിവാളിച്ച് നീര് കയറി ഇങ്ങനെ മുറിവൊക്കെ വലിയ മുറിവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വൈജ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതാണ്. മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് നമ്മുടെ വൈജ ഇങ്ങനെ കിടക്കുവാണ്. കാരണം വൈജ ഇപ്പോൾ ശരിക്കും ഒരു ഡെഡ് ബോഡി അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കിടക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കൃഷ്ണയ്ക്കും സഹിച്ചില്ല. കൃഷ്ണയുടെയും ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം കൃഷ്ണയ്ക്ക് ഉണ്ടാവുക. സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ അമ്മയുടെ അരികിൽ വന്ന് അമ്മ ഇങ്ങനെ നോക്കി. കുറേ നേരം അമ്മയെ തന്നെ നോക്കി കൃഷ്ണ ഇങ്ങനെ നിന്നു. അപ്പോഴും അവിടെ നിന്ന് കൃഷ്ണയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് രോഹിത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അല്ലാണ്ട് അമ്മയോട് പ്രത്യേകിച്ച് അനുകമ്പയോ അല്ലെങ്കിൽ ഇത് എൻ്റെ പെറ്റമ്മയാണല്ലോ എന്നുള്ള സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല. അങ്ങനെ അമ്മയെ കണ്ട് സങ്കടത്തോടു കൂടി നമ്മുടെ കൃഷ്ണക്കൊച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാനോ അല്ലെങ്കിൽ അമ്മയുടെ വിളി തിരിച്ച് അമ്മയുടെ പ്രതികരണം കേൾക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് കൃഷ്ണയ്ക്ക് അറിയാം. കൃഷ്ണ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അമ്മയെ തന്നെ നോക്കി നിൽക്കുക. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ മനു നേരെ വീട്ടിലോട്ട്, അതായത് അലീനയെ വിളിച്ചുകൊണ്ട് വരാൻ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോൾ മനു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ
അതിനു മുൻപ് തന്നെ ശിവനെ കമല വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. ശിവേട്ട പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്, അവളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്, അവളിവിടെ കിടന്ന് എന്ത് ഷോ ആയിരുന്നെന്ന് അറിയാവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമല ശിവനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശിവൻ സംഗതിയെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരിക. വീട്ടിലോട്ട് വന്നപ്പോൾ കമല ബാക്കി വിവരങ്ങളും കൂടെ പറയുവാണ്. അവൾ എങ്ങോട്ടാ പോയതെന്നും വല്ല അറിയാമെന്ന് ചോദിക്കുമ്പം അവൾ എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, അതിനെപ്പറ്റി എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നതെന്നൊക്കെ കമല ചോദിക്കുക. അങ്ങനെ അലീന അവിടെ നിന്ന് പോയതിൻ്റെ സമാധാനത്തിൽ ഇവരെല്ലാവരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ബബിതയ്ക്ക് അതിലേറെ സമാധാനം, അവളിവിടുന്ന് പോയല്ലോ എന്നുള്ളൊരു സമാധാനം. അവളെ പുറത്താക്കാൻ വേണ്ടി ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു ബബിത മോൾക്ക്. പക്ഷെ അമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് നോക്കാൻ പോലും മോൾ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ അവരത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ മനു അലീനയെ കൂട്ടാൻ അങ്ങോട്ട് ചെല്ലുന്നത്. മനു ആ സമയത്ത് കയറി ചെല്ലുമെന്ന് ഇവരുകൾ രണ്ടും പ്രതീക്ഷിച്ചതുമില്ല. അങ്ങനെ മനു കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. രണ്ടുപേരുടെയും പരുങ്ങൽ കണ്ടു കഴിഞ്ഞപ്പോൾ മനു ചോദിച്ചു, എന്തു പറ്റി? അല്ല അമ്മ എന്താ ഇവിടെ? എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കള്ളലക്ഷണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മനുവിന് പെട്ടെന്ന് പേടിയായി. എന്തോ ഒരു ദുഷ്ടത ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇവരെന്തോ ഒരു ചതി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ നിൽക്കുന്നതെന്ന്. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിച്ചു. അലീന ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അലീന എവിടെയെന്നാണ് ചോദിച്ചത്. അവൾ പോയെന്ന് പറഞ്ഞു. പോയെന്നോ? എങ്ങോട്ട്? അവളെവിടെ പോകാനാണോ ചോദിക്കുമ്പോൾ അവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണെന്ന് ശിവൻ പറഞ്ഞു. പറഞ്ഞു വിടാനോ? എങ്ങോട്ട്? അലീനയുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് ശിവൻ പറഞ്ഞപ്പോൾ അത് അച്ഛനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അലീനയുടെ ഈ വീട്ടിലെ സേവനം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവൾ എവിടെ നിൽക്കണം, അവൾ എവിടെ പോകണം നമ്മളുടെ അച്ഛനാ തീരുമാനിക്കുന്നത്, നിങ്ങൾ അവളുടെ ആരാണെന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ കമലയും അതുപോലെ തന്നെ ശിവനും കൂടി മനുവിനോട് ചൂടാവുക. നിങ്ങൾ എൻ്റെ വായ അടപ്പിക്കാനൊന്നും നോക്കണ്ട, നിങ്ങളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മനു ചോദിക്കാം. നിങ്ങൾ മനുഷ്യരല്ലേ, അമ്മയുടെ സ്ത്രീയല്ലേ, ഇത്രയും ദ്രോഹമൊക്കെ അമ്മയുടെ മനസ്സിൽ എങ്ങനെ വന്നമ്മേ എന്ന് ചോദിച്ചു മനു കമലയോട് ദേഷ്യപ്പെട്ടു. അതേടാ, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് തന്നെയാടാ അവളെവിടെ നിന്ന് പുറത്താക്കിയതെന്ന് കമല അന്നേരം പറയുക. അച്ഛാ, നിങ്ങളിപ്പോൾ ഈ ചെയ്തു കൂട്ടുന്ന ദ്രോഹത്തിനൊക്കെ നിങ്ങൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അലീനയെ നിങ്ങൾ നോവിക്കുന്ന ഓരോ പ്രാവശ്യവും നിങ്ങളോട് തന്നെയാണ് ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദ്രോഹമാണ് എന്നൊക്കെ പറഞ്ഞ് മനു എങ്ങനെ പറയുമോ? ഒരു വേലക്കാരി പെണ്ണിനെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ ഇനി എൻ്റെ തലയിൽ ഇടുത്തി വീഴാനായിരിക്കുകയാണെങ്കിൽ അതങ്ങ് വീണോട്ടേടാ, എനിക്കെന്താ കുഴപ്പം, എനിക്ക് അത് ഞാനങ്ങ് സഹിച്ചൊന്ന് വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്ത് അവളെ ഇവിടെ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ശിവനിങ്ങനെ പറയുമോ? നിങ്ങൾ തന്നെ ഇരു കൈയും നീട്ടി അലീനയെ സ്വീകരിക്കും, അതിനൊരു സമയം വരും, അതധികം ദൂരമൊന്നും ഉണ്ടാവില്ല ഈ കണക്കിന് പോയാലെന്നും പറയുമോ? അന്നേരവും ഇവർ അത് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു ഗതികേട് വരില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. മനു വന്നിട്ട് ഇവരെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ അലീന എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാവം ആ കെട്ടും പാണ്ടോ എടുത്ത് നടന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന് ബാലനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ബാലൻ അവിടെ നിൽപ്പുണ്ട്. തപ്പിത്തേടി ബാലനെ കണ്ടുപിടിച്ചു. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയപ്പം അലീനയുടെ കയ്യിൽ ബാഗും ഉണ്ട്, അതുപോലെ കയ്യിൽ ബിഗ് ഷോപ്പറും ഉണ്ട്. നീ എന്തേ ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പോരാനോ? നീ എങ്ങോട്ട് പോവുക? എനിക്കറിയില്ല, ഞാൻ കാരണം ഇനി ആ വീട്ടിലൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല, ഞാൻ അതുകൊണ്ട് പോയിക്കോട്ടെ അച്ഛാന്ന് ചോദിക്കുമ്പോൾ പോകേ, എങ്ങോട്ട് പോവാൻ, നിന്നോട് ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയാതിരിക്കാൻ അലീനയെ കൊണ്ട് കഴിയില്ലല്ലോ, അതുകൊണ്ട് അലീന പറഞ്ഞു. അവർ കമല ആൻറ്റിയും അതുപോലെ അവർ വന്നായിരുന്നെന്നും പിന്നെ അവർ എന്നെ അവിടെ നിന്ന് വീണ്ടും പുറത്താക്കിയതാണ്, എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കാൻ ഞാൻ അവിടെ നിൽക്കണോ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ബാലൻ ചോദിച്ചു. തൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ബാലന് ഇരട്ടി സങ്കടമായി. അപ്പോൾ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വൈജി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ബാലന് അടുത്ത ഒരു മെൻ്റൽ ഷോക്കും കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അലീനെ താനില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി അതിക്രമിച്ച് ഇതിനെ ചവിട്ടി പുറത്താക്കി ആ ഒരു സങ്കടം. അങ്ങനെ ബാലൻ ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ എന്തിനാ ഇറങ്ങി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിക്കോട്ടെ അച്ഛാ, ഞാൻ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തകരതേ, അമ്മ ഇപ്പോൾ ഈ ജീവശവം പോലെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബാലന് സഹിച്ചില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ പിന്നെ ഞങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കരുത്, പിന്നെ നിനക്ക് ഈ അച്ഛനോ മറ്റാരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു.
അലീനയ്ക്ക് അത് കേട്ടപ്പോൾ സഹിച്ചില്ല. അലീന അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയോ. ഈശ്വര, ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നാണ് അലീന ചിന്തിക്കുന്നത്. ബാലൻ അന്നേരം അങ്ങോട്ട് മാറി നിന്നു സങ്കടത്തോടെ. അലീന നിന്ന് വിങ്ങിപ്പൊട്ടി കരയുവാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ബാലൻ, നിന്നോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞതല്ലേ, നീ എൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വേറൊരാൾ ഓലപ്പാമ്പ് കാണിട്ട് പേടിപ്പിക്കുമ്പോൾ നീ ഇറങ്ങാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അലീന പറഞ്ഞിങ്ങനെ കരയും കേട്ടോ. നിന്നെ എനിക്ക് മനസ്സിലാകും, നിന്നെ എനിക്കേ മനസ്സിലാകൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ എങ്ങോട്ടും പോകരുത് എന്ന്. അങ്ങനെ ബാലൻ കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു അലീനയ്ക്ക്. അലീനയാണെങ്കിൽ ഒരു വ്യക്തതയില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. തൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നുമില്ല. ഇനിയിപ്പോൾ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ അത്രയും കൂടെ കഴിയില്ല. അമ്മയുടെ കിടപ്പൊക്കെ കാണുമ്പോഴേ അമ്മയെ ശുശ്രൂഷിക്കാനും ഈ മോള് തന്നെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ആ ഒരു നമ്മുടെ അലീനയുടെ ദയനീയത കണ്ടുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നിൽക്കുന്ന നമ്മുടെ ബാലനെയും സങ്കടങ്ങളിങ്ങനെ പെയ്തിറക്കുന്ന അലീനയുടെ കണ്ണുനീരും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.